പരീക്ഷണാടിസ്ഥാനത്തിൽ 10-20 രൂപയുടെ പ്ലാസ്റ്റിക് നോട്ടുകൾ അവതരിപ്പിക്കാൻ തീരുമാനമായി. റിസർവ് ബാങ്ക് നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പരീക്ഷണം വിജയകരമായാൽ നോട്ടുകൾ സ്ഥിരമായി വിപണിയിൽ ഇറക്കും. പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കുമ്പോൾ കടലാസ് നോട്ടുകൾ പിൻവലിക്കുമോ എന്നാണ് ഏവരും സംശയിക്കുന്നത്. എന്നാൽ അതിന് വ്യക്തത വരുത്തുകയാണ് കേന്ദ്രം. കടലാസ് നോട്ടുകൾ പിൻവലിക്കില്ലെന്നും രണ്ടും ഒരുപോലെ നിലനിർത്തുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. നോട്ടുകൾ അച്ചടിക്കാൻ 3.4 കോടി പോളിമർ ഷീറ്റുകൾ ലഭ്യമാക്കും. ഇതിനായി RBIയുടെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് ടെൻഡർ ക്ഷണിച്ചിരുന്നു. പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷിക്കാനുള്ള RBIയുടെ രണ്ടാമത്തെ ശ്രമമാണ് നടക്കുന്നത്. 2009 സെപ്റ്റംബറിൽ 10 രൂപയുടെ 100 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ നിർമ്മിക്കാൻ ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ നടപടികൾ മുന്നോട്ടു പോയില്ല. 1988 ഓസ്ട്രേലിയയിലാണ് ആദ്യമായി പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറക്കിയത്. 50-ലധികം രാജ്യങ്ങളിലാണ് പ്ലാസ്റ്റിക് നോട്ട് ഉപയോഗിക്കുന്നത്. കടലാസ് നോട്ടുകളേക്കാൾ വളരെ മെച്ചപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. പ്ലാസ്റ്റിക് നോട്ടുകളുടെ ആയുസ് കടലാസ് നോട്ടുകളേക്കാൾ കൂടുതലാണെന്ന് RBI അറിയിച്ചു. ഉയർന്ന പണവിനിമയം നടക്കുന്ന സമ്പദ്വ്യവസ്ഥകൾക്ക് അനുയോജ്യമാണ് ഇത്തരം നോട്ടുകളെന്ന് RBI വ്യക്തമാക്കുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.